ലോകത്തിലെ ഏറ്റവും മികച്ച യുദ്ധവിമാനം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. അതാണ് F-35 ലൈറ്റ്നിങ്. ബ്രിട്ടന്റെ വിമാനവാഹന കപ്പലിൽ ഉപയോഗിക്കുന്ന എയർക്രാഫ്റ്റ് ആണിത്. ഇപ്പോൾ ബ്രിട്ടന്റെ കയ്യിൽ ആക്റ്റീവായിട്ടുള്ള 2 വിമാനവാഹിനി കപ്പലാണ് ഉള്ളതെന്നാണ് അറിയാൻ കഴിയുന്നത്. HMS ക്യൂൻ എലിസബത്ത് എന്നാണ് ഒന്നിന്റെ പേര്, രണ്ടാമത്തേത് HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്നാണ്. ഈ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന വിമാനമാണിത്. ആ വിമാനമാണ് തിരുവനന്തപുരം എയർപോർട്ടിൽ ലാൻഡ് ചെയ്തത്. മറ്റൊരു റീസൺ, പ്രതികൂലമായ കാലാവസ്ഥ കാരണം യുദ്ധക്കപ്പലിലേക്ക് വിമാനം തിരിച്ചിറക്കാൻ കഴിഞ്ഞില്ല എന്നതാണ്. അത് തീരെ വിശ്വസനീയമായ കാര്യമല്ല. ഒന്നുകിൽ ആ വിമാനത്തിന്റെ ബിൽഡ് ക്വാളിറ്റി തീരെ മോശമാണെന്ന് പറയേണ്ടി വരും. പക്ഷേ ഈ വിമാനം ലോകത്തിലെ ഏറ്റവും ക്യാപ്പബിലിറ്റിയുള്ള വിമാനമാണ്. F-35 ലോകത്തിലെ ടോപ്പ് ലെവലിൽ നിൽക്കുന്നതും 5th ജനറേഷൻ എയർക്രാഫ്റ്റുമാണ്. ആ എയർക്രാഫ്റ്റിന് പ്രതികൂലമായ കാലാവസ്ഥ കാരണം തിരിച്ച് ലാൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് വിശ്വസനീയമല്ല. ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തിരിക്കുന്നു. വിമാനത്തിൻ്റെ ഇന്ധനക്കുറവ് കാരണമാണ് ലാൻഡ് ചെയ്തത് എന്നാണ് പറയപ്പെടുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് 100 നോട്ടിക്കൽ മൈലുള്ള ഒരു യുദ്ധക്കപ്പലിൽ നിന്ന് പറന്നുയർന്ന വിമാനമാണ് അടിയന്തരമായി വിമാനത്താവളത്തിൽ നിലത്തിറക്കിയിരിക്കുന്നത്. പ്രതിരോധ വകുപ്പിൻ്റെ നിയമ നടപടികൾ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ഈ വിമാനം തിരികെ വിട്ടയക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. F-35B എന്ന ആ വിമാനം ലോകത്തെ ഏറ്റവും ശക്തമായ വിമാനങ്ങളിൽ ഒന്നാണ്. വളരെ യാദൃശ്ചികമായാണ് ഈ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് എന്നാണ് പത്രവാർത്തകൾ സൂചിപ്പിക്കുന്നത്. ബ്രിട്ടന്റെ ഒരു പടക്കപ്പലായ HMS പ്രിൻസ് ഓഫ് വെയിൽസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലൂടെ പറന്നുയർന്ന F-35B എന്ന യുദ്ധവിമാനം ഇന്ധനം തികയാതെ വന്നപ്പോൾ അടിയന്തരമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു സംഭവം. എന്നാൽ ചില മാധ്യമങ്ങൾ പറയുന്നത് ഇതിനെ ചുറ്റിപ്പറ്റി ദുരൂഹതകളുണ്ടെന്നാണ്. ഇന്ധനം ചെക്ക് ചെയ്യാതെ ഒരു യുദ്ധവിമാനം പറന്നുയരുമോ? ചരക്ക് കപ്പലും ക്രൂസ് ഷിപ്പും കടന്നു പോകുന്നത് പോലെ ഒരു യുദ്ധക്കപ്പലിന് ഒരു രാജ്യത്തിന്റെ തീരത്ത് കൂടെ കടന്നു പോകാൻ കഴിയില്ല. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കേരളത്തോട് ചേർന്ന് 100 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് ഈ കപ്പൽ കടന്നുപോയത് എന്നാണ് റിപ്പോർട്ട്. യുദ്ധത്തിന് പുറപ്പെടുമ്പോഴും സൈനിക അഭ്യാസത്തിന്റെ പേരിൽ മാത്രമാണ് യുദ്ധവിമാനങ്ങൾ പറന്നുയരാറുള്ളത്. പിന്നെ എന്തിനാണ് ഈ വിമാനം പറന്നുയർന്നതെന്ന് ദുരൂഹതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. F-35 എന്ന ഈ വിമാനം ലോകത്തിലെ ഏറ്റവും ശക്തമായ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ്. കോടിക്കണക്കിന് വിലയുള്ള ഈ വിമാനം ആകെയുള്ളത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബ്രിട്ടനും മാത്രമാണ്. സാങ്കേതിക തകരാർ വിമാനത്തിനുണ്ടെന്നും പറയപ്പെടുന്നു. പക്ഷേ സാങ്കേതിക തകരാറുള്ള ഒരു യുദ്ധവിമാനം ചെക്ക് ചെയ്യാതെ യുദ്ധക്കപ്പലിൽ കൊണ്ടുവന്നെന്ന് പറയുന്നത് ദുരൂഹതയേറുന്നു. എല്ലാ തരത്തിലുള്ള റഡാറുകളും കണ്ണുവെട്ടിച്ച് കടന്നുപോകാൻ കഴിവുള്ള വിമാനമായാണ് F-35B അറിയപ്പെടുന്നത്. എന്നാൽ ഇന്ത്യൻ ആകാശത്ത് പ്രവേശിച്ചപ്പോൾ തന്നെ ഇന്ത്യ ആ വിമാനത്തെ ഐഡന്റിഫൈ ചെയ്യുകയും ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ വിമാനത്തിലെ ക്യാപ്റ്റനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തു. എല്ലാ പ്രതിരോധ സംവിധാനങ്ങളെയും കണ്ണുവെട്ടിച്ച് എവിടെയും കടന്നു കയറാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന വിമാനം ഇന്ത്യയിൽ കയറിയപ്പോൾ ഇന്ത്യക്ക് അത് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നത് ഇന്ത്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ വിജയമായി കണക്കാക്കപ്പെടുന്നു.